Hi everyone, we will now go to a few more results in independence of random variables. So we are directly going into result 5. If A, B and C are mutually independent events, show that A union B and C are independent. So the statement is, if A, B and C are mutually independent events, show that A union B and C are independent. As you will be remembering, mutual independence എന്ന് വെച്ചാൽ എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദീസ് 4 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് എ ബി സി മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവ പെയർ വൈസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എയും സിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അത് 3 ഇവൻറ്റ്സും ഒന്നിച്ചും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് മീൻസ് ദീസ് 4 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. സോ ഇറ്റ്സ് ഗിവൺ ഹിയർ ദാറ്റ് എ ബി ആൻഡ് സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. സോ ഐ ക്യാൻ സേ ദാറ്റ് കണ്ടീഷൻസ് 1, 2, 3 ആൻഡ് 4 ആർ സാറ്റിസ്ഫൈഡ്. ചോദിച്ചേക്കുന്നത് എന്താണ്? We have to prove that A union B and C are independent. A union B എന്ന് പറയുന്ന ഇവൻറ്റ്, അതിന് ഞാൻ X എന്ന് കൊടുക്കുകയാണെങ്കിൽ X എന്ന് പറയുന്ന ഈ ഇവൻറ്റും C എന്ന് പറഞ്ഞ ഇവൻറ്റും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള കണ്ടീഷൻ ഇതാണ്. 2 events A and B are said to be independent if P of AB is equal to P of A into P of B. നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് എയുടെ സ്ഥാനത്ത് A യൂണിയൻ B ആണ്, ബിയുടെ സ്ഥാനത്ത് എക്സ് ആണ്. അപ്പോൾ ഈ 2 ഇവൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഐ എം ഗോയിങ് ടു കൺസിഡർ ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഓഫ് ദീസ് 2. അതായത് നമ്മൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന ഈ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യണം. അപ്പോൾ 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ ആംഗിളിൽ നോക്കിയാൽ എ യൂണിയൻ ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എങ്ങനെ വരണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഇൻ ടു പി ഓഫ് സി. അങ്ങനെ വരുമോ നോക്കാനാണ് നമ്മൾ ഈ ഒരു ഇവൻറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. സോ കൺസിഡർ പി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇതിനുള്ളിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ബിക്കംസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. And suppose I take this as x and this as y, ഇവിടെ നമുക്ക് p of x union y യുടെ ഫോർമുല ആണ് and we can use the addition theorem. So ഇവിടെ I am going to use the addition theorem. Addition theorem means p of x union y is equal to p of x plus p of y minus p of x intersection y. So A intersection C യെ ഞാൻ എ സി എന്നും B intersection C യെ ബി സി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ by addition theorem this becomes P of AC union BC which is equal to P of AC plus P of BC minus P of AC intersection BC. ഇവിടെ C എന്ന് പറഞ്ഞ ഇവൻറ്റ് റിപ്പീറ്റ് ചെയ്യണം. ഇതെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇൻ്റർസെക്ഷൻ ആണ്. A intersection C intersection B intersection C. അപ്പോൾ അതിൽ C എന്ന് പറഞ്ഞ ഇവൻറ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 1 repetition can be avoided. So this statement, addition theorem which expand ചെയ്ത ഈ statement becomes P of AC plus P of BC minus P of A intersection B intersection C. അതായത് minus P of ABC. ഇവിടെ ഈ ഇക്വേഷൻ ഇതിനെ ഞാൻ A എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് P of ACക്ക് ഇക്വേഷൻ 2 യൂസ് ചെയ്യണം. അതായത് P of ACക്ക് പകരം P of A into P of C എന്ന് എഴുതുകയാണ്. P of BCക്ക് പകരം P of B into P of C, അതായത് ഇക്വേഷൻ 3 യൂസ് ചെയ്യുന്നു. P of ABCക്ക് പകരം ഇക്വേഷൻ 4ഉം യൂസ് ചെയ്യുന്നു. സോ വി ഹാവ് P of AC becomes P of A into P of C, P of BC becomes P of B into P of C and P of ABC becomes P of A into P of B into P of C from equations 2, 3 and 4. എല്ലാത്തിനകത്തും P of C കോമൺ ആണ്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ്. സോ ഇറ്റ് ബിക്കംസ് P of A plus P of B minus P of AB into P of C. P of C എന്ന് പറയുന്ന ഈ ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. Now what do you have inside the bracket? P of A plus P of B minus P of A into P of B. P of A into P of B എന്ന് പറയുന്ന ഈ പോർഷൻ അതിനകത്തോട്ട് ഇക്വേഷൻ 1 യൂസ് ചെയ്തേ. ഇക്വേഷൻ 1 അനുസരിച്ച്
P of A into P of B is equal to P of AB. So, ഇവിടെ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ P of A into P of B ക്ക് പകരം from equation 1 I am using P of AB. Okay. So, within brackets പുറത്തുള്ള P of C അങ്ങനെ തന്നെ എഴുതണം. ബ്രാക്കറ്റിനുള്ളിലുള്ള ഇതിനെ നമുക്ക് P of A plus P of B minus P of AB എന്ന് എഴുതാം from equation 1. Now see what this is. This is actually the expansion of the addition theorem അല്ലേ. P of A union B എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ എക്സ്പാൻഷൻ ആണിത്. സോ ഇതിന് പകരം ഞാൻ P of A union B എന്ന് എഴുതി. So what we have now is P of A union B into P of C. Sorry. So നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? A യൂണിയൻ ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് തുടങ്ങിയത്. രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവരുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓരോ ഇവൻറ്റ്സിൻ്റെ പ്രോബിലിറ്റിയുടെയും പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് എ യൂണിയൻ ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഷുഡ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി ഇൻ ടു പി ഓഫ് സി. നമ്മൾ ചെയ്ത് വന്നപ്പോൾ ദാറ്റ് ഈസ് വാട്ട് വി ഗോട്ട്. So, this is equal to P of A union B into P of C. That means A union B and C are independent. Okay. So, that is your result number 5. Now, this other one is the coming result is almost similar. Ivide again we are saying about 3 events A, B, C. If A, B, C are pairwise independent and A is independent of B union C, show that A, B, C are mutually independent. What does it mean? Given that A, B, C are pairwise independent. Pairwise independence എന്ന് വെച്ചാൽ ഈ രണ്ട് എണ്ണം വെച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എയും ബിയും സിയും പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഇക്വേഷൻ 1, 2 and 3 ആർ സാറ്റിസ്ഫൈഡ് അല്ലേ? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, എയും സിയും ഇൻഡിപെൻഡൻ്റ് ആണ്, ബിയും സിയും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതാണ് ഗിവൺ ആയിട്ടുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. പിന്നീട് അവർ പറഞ്ഞേക്കുന്നത് ആൻഡ് എ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ബി യൂണിയൻ സി. എ എന്ന് പറഞ്ഞ ഇവൻറ്റ് ബി യൂണിയൻ സിയുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വെച്ചാൽ എയുടെയും ബി യൂണിയൻ സിയുടെയും ജോയിൻറ്റ് പ്രോബിലിറ്റിയെ നമുക്ക് രണ്ട് സെപ്പറേറ്റ് പ്രോബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതാണ് നമ്മുടെ കണ്ടീഷൻ നമ്പർ 4. എയുടെയും ബി യൂണിയൻ സിയുടെയും ജോയിൻറ്റ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു P of B union C ആണ്. So that is your 4th condition. So ഈ 4 കണ്ടീഷൻസ് ആണ് റിസൾട്ടിൽ തന്നിട്ടുള്ളത്. എ ബി സി അത് പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആണ് ആൻഡ് എ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ബി യൂണിയൻ സി. Now what is asked? You are asked to show that A, B, C are mutually independent. So what is the difference between pairwise independence and mutual independence? നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ മ്യൂച്വൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ് പറഞ്ഞത്. 3 ഇവൻറ്റ്സ് മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ 4 കണ്ടീഷൻസും സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ എയും ബിയും സിയും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആദ്യം അത് പെയർവൈസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അതിൻ്റെ കൂടെ ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നൗ കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 3 കണ്ടീഷൻ ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഷോ ദാറ്റ് എ ബി സി ആർ മ്യൂച്വലി ഇൻഡിപെൻഡൻറ്റ്. സോ നമ്മൾക്കിവിടെ ആകെ പ്രൂവ് ചെയ്യാനുള്ളത് എക്സ്ട്രാ ഒരു കണ്ടീഷനും കൂടെ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. ഈ ഒരു കണ്ടീഷനൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയാൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് the events A, B, C are mutually independent. So ഈ ഒരൊറ്റ കണ്ടീഷനും കൂടി എക്സ്ട്രാ പ്രൂവ് ചെയ്താൽ മതി. അതിനുവേണ്ടി അവർ ആദ്യത്തെ 3 കണ്ടീഷനും തന്നിട്ടുണ്ട്, എക്സ്ട്രാ മറ്റൊരു കണ്ടീഷനും കൂടി എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഈ 4 കണ്ടീഷൻസും യൂസ് ചെയ്ത് we have to prove this statement. So we will go to the remaining part of the proof. ഇവിടെ what we do is we consider the event P of A intersection B union C. P of A intersection B union C. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എയും ബി യൂണിയൻ സിയും തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ഇവൻറ്റിനെ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞ ഈ ഇവൻറ്റിനെ
രണ്ട് രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. സോ വി ആർ കൺസിഡറിങ് ദ ഇവൻറ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. സോ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ദാറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി which is equal to ഇവിടെ ഇതിനെ x എന്നും ഇതിനെ y എന്നും കൊടുത്താൽ അഡിഷൻ തിയറം ആയി. സോ അക്കോർഡിംഗ് ടു അഡിഷൻ തിയറം ദിസ് ബിക്കംസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ എ ഇൻ്റർസെക്ഷൻ സി. തൊട്ട് മുന്നേ ചെയ്ത അതേ കൺസെപ്റ്റാണ്. എ റിപ്പീറ്റ് ചെയ്യാണ്. ആ റെപ്പറ്റീഷൻ അങ്ങ് എടുത്ത് മാറ്റിയാൽ ഇത് എന്തായി മാറും? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളതിനെ അങ്ങനെ എഴുതുകയാണ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ഇവൻറ്റ്സ് കിട്ടി. പി ഓഫ് എ ബി, പി ഓഫ് എ സി മൈനസ് പി ഓഫ് എ ബി സി. ഇതിൽ നമ്മളുടെ ഗിവൺ കണ്ടീഷൻസിൽ ഇക്വേഷൻ 1 അനുസരിച്ച് പി ഓഫ് എ ബിയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇക്വേഷൻ 2 അനുസരിച്ച് പി ഓഫ് എ സിയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും കൂടി ഇവിടെ അപ്ലൈ ചെയ്യാണ്. സോ വി ഹാവ് പി ഓഫ് എ ബി as പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ സി as പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. ഇതിന് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ അതേപടി തന്നെ എഴുതിയിട്ട് ഐ എം ഗിവിങ് ഇറ്റ് as നെയിമിങ് ഇറ്റ് as ഇക്വേഷൻ എ. ഓക്കെ. അപ്പോൾ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന ഈ ഇവൻറ്റിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് ഇക്വേഷൻ എ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സെയിം ഇവൻറ്റ് എടുക്കുകയാണ്, എന്നിട്ട് അതിനെ മറ്റൊരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. സോ എഗെയിൻ ഐ എം കൺസിഡറിങ് ദ സെയിം ഇവൻറ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യനിലെ അവസാനത്തെ കണ്ടീഷനാണ്. അവസാനം ഒരു എക്സ്ട്രാ കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി യൂണിയൻ സി ആണ്. എന്തുകൊണ്ടാണ് നമ്മളിത് എഴുതിയത്? ബിക്കോസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് എ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ബി യൂണിയൻ സി. അതുകൊണ്ട് ആ കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ആ സെയിം ഇവൻറ്റിനെ മറ്റൊരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാണ്. അതായത് സിൻസ് എ ആൻഡ് ബി യൂണിയൻ സി ആർ ഇൻഡിപെൻഡൻറ്റ്, ഐ ക്യാൻ റൈറ്റ് ദിസ് as പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി യൂണിയൻ സി. ഇവിടെ ബി യൂണിയൻ സിയിൽ അഡിഷൻ തിയർ അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ബിക്കംസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. പി ഓഫ് എ വെച്ച് അത് അഗെയിൻ ഇവിടെ ബി ഇൻ്റർസെക്ഷൻ സിക്ക്, അതായത് പി ഓഫ് ബി സിക്ക് നമ്മളുടെ നേരത്തെ ഗിവൺ ആയിട്ടുള്ള ഇക്വേഷൻ 3 യൂസ് ചെയ്യാണ്. പി ഓഫ് ബി സിക്ക് പകരം പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ഇടുകയാണ്. സോ ഹിയർ ഇറ്റ് ബിക്കംസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി മൈനസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. നൗ ഓപ്പണിംഗ് ദ ബ്രാക്കറ്റ് വിത്ത് പി ഓഫ് എ. അപ്പോൾ എന്ത് വരും? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, അതാണ് ഫസ്റ്റ് ടേം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി, അതാണ് സെക്കൻഡ് ടേം. തേർഡ് ടേം ബിക്കംസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി, അതാണ് തേർഡ് ടേം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്ക്, നമ്മൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇവൻ്റ് എടുത്തു. ആ ഇവൻ്റ് എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണ്. ഈ ഇവൻറ്റിനെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഇക്വേഷൻ എ കിട്ടി. ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്തപ്പം എനിക്ക് ഇക്വേഷൻ ബി കിട്ടി. രണ്ട് എക്സ്പാൻഷനും ഒരേ ഇവൻറ്റിൻ്റെയാണ്. അതായത് ഈ രണ്ട് എക്സ്പാൻഷൻസിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആണ്, അല്ലേ? അതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഓഫ് ഇക്വേഷൻ എ ആൻഡ് ബി. ഇക്വേഷൻ എയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇക്വേഷൻ ബിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ജസ്റ്റ് ഇക്വേറ്റ് ദീസ് ടു. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വി ഹാവ് ഇസ് ദിസ് ഇസ് ഈക്വൽ ടു, അതാണ് എ, ഇതാണ് ബി. അത് രണ്ടും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്തു. കുറേ ടേംസ് സിമിലർ ആണ്, അത് ഞാൻ ക്യാൻസൽ ചെയ്തു. എക്സ്ട്രാ കിടക്കുന്ന ടേംസ് രണ്ട് ടേംസ് മാത്രമേ ഇവിടെ എക്സ്ട്രാ ഉള്ളൂ. ഒന്ന് പി ഓഫ് എ ബി സി, മൈനസ് ഉണ്ട് രണ്ട് സൈഡിൽ, അപ്പോൾ മൈനസും ക്യാൻസലായി പോകും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടേം, ദിസ് ഈസ് ഈക്വൽ ടു ദിസ് എന്നുള്ള ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പി ഓഫ് എ ബി സി ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ആണ്. സോ വാട്ട് ഡു ഐ ഹാവ്? By equating the RHS of our equations A and B, we have
P of A, B, C is equal to P of A into P of B into P of C. That is, P of A, B, C is equal to P of A into P of B into P of C. അപ്പം ഞാനിതിന് ഇക്വേഷൻ 5 എന്ന് കൊടുത്താൽ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്തുള്ള ആദ്യത്തെ 3 ഇക്വേഷൻസ്, ഇത് പെയർ വൈസ് ഇൻഡിപെൻഡൻസിൻ്റെ ഇക്വേഷനാണ്. നമുക്കൊരു എക്സ്ട്രാ ഇക്വേഷനും കൂടെ വേണമായിരുന്നു മ്യൂച്വൽ ഇൻഡിപെൻഡൻസിൻ്റെ, അതും കൂടി ഇപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യത്തെ 3 ഇക്വേഷനും ഇക്വേഷൻ 5ഉം കൂടെ ഒന്നിച്ച് ചേർത്ത് we can say that our events A, B, C are mutually independent. Okay, so we have proved that A, B, C are mutually independent. Mutual independence means pairwise independence plus this condition. Okay, so that is your result number 6. Now we will go to our last result in this chapter, which is result number 7. Result number 7 and the statement show that if C is independent of two mutually exclusive events A and B, then C is also independent of A union B. Show that if C is independent of two mutually exclusive events A and B, then C is also independent of A union B. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് തന്നേക്കുന്നത്? സി എന്ന് പറയുന്ന ഇവൻറ്റ് എയോടും ബിയോടും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സി എയോട് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി. സി ബിയോട് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് ബി സി ഈസ് ഈക്വൽ ടു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. അതുകൂടാതെ ഒരു എക്സ്ട്രാ ടേം അവിടെ വന്നിട്ടുണ്ട്. എന്താണ്? ഇൻഡിപെൻഡൻ്റ് ഓഫ് ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അതായത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? വെൻ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, പി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ഫൈ വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഫൈ ആയിരിക്കും. സോ പി ഓഫ് എ ബി ഈക്വൽ ടു പി ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസിവിറ്റിയുടെ കണ്ടീഷൻ. അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഈ 3 എണ്ണമാണ്. C is independent of A, C is independent of B, and A and B are mutually exclusive. ഇത്രയും കണ്ടീഷൻ വെച്ച് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഷോ ദാറ്റ് യുവർ ഇവൻറ്റ് C ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് A യൂണിയൻ B. സിയും A യൂണിയൻ ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. 2 ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ ജോയിൻറ്റ് പ്രോബിലിറ്റി എടുത്തിട്ട് അത് പ്രോബിലിറ്റീസിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ആ 2 ഇവൻറ്റ്സിൻ്റെ ഏതൊക്കെയാണോ പ്രൂവ് ചെയ്യാനുള്ളത് ആ 2 ഇവൻറ്റ്സിൻ്റെ ജോയിൻറ്റ് പ്രോബിലിറ്റി എടുത്തു. കൺസിഡർ പി ഓഫ് സി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് ഇറ്റ് ഇസ് സി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി ഇൻ്റർസെക്ഷൻ ബി. എക്സും വൈയും ആയിട്ട് കൊടുത്താൽ എല്ലാം ആ മെത്തേഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓവർ ദ റിസൾട്ട്സ് എക്സും വൈ എന്ന് കൊടുത്താൽ എന്ത് വരും? അഡിഷൻ തിയറി ഉപയോഗിച്ച് ദിസ് ബിക്കംസ് പി ഓഫ് എ സി പ്ലസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ സി ഇൻ്റർസെക്ഷൻ ബി സി. സി റിപ്പീറ്റഡ് ആണ്, അതിനെ ഞാനങ്ങ് എടുത്തു മാറ്റി. സോ ഇറ്റ് ബിക്കംസ് പി ഓഫ് എ സി പ്ലസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ ബി സി. നമ്മളുടെ കണ്ടീഷൻ ഈ ഫസ്റ്റ് കണ്ടീഷൻ ഉപയോഗിച്ച് പി ഓഫ് എ സിയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. സെക്കൻഡ് കണ്ടീഷൻ ഉപയോഗിച്ച് പി ഓഫ് ബി സിയെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. അതായത് പി ഓഫ് എ സിയെ ഞാൻ ഇങ്ങനെ എഴുതി, പി ഓഫ് ബി സിയെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തെഴുതി. ഇനിയുള്ള ലാസ്റ്റ് ടേം പി ഓഫ് എ ബി സി ആണ്. സത്യത്തിൽ എ ബി സി എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. അതിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്ന പാർട്ട് നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു എ ഇൻ്റർസെക്ഷൻ ബി? എ ഇൻ്റർസെക്ഷൻ ബി ആണ് നൾ സെറ്റ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ബിയിലെ എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഞാൻ നൾ സെറ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ടേം എന്തായി മാറും? പി ഓഫ് നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ സി എന്ന് വരും. നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എനി സെറ്റ് ഇസ് എഗെയിൻ നൾ സെറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഗെയിൻ നൾ സെറ്റ് എന്ന് വരും. ആ നൾ സെറ്റിൻ്റെ പ്രോബിലിറ്റി ബിക്കംസ് 0. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എടുത്തു, അതിന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൊടുത്തു. അപ്പോൾ 2 ഇവൻറ്റ്സ് ആയിട്ട് കിട്ടി. രണ്ടിന് നമ്മൾ അഡിഷൻ തിയറം യൂസ് ചെയ്തു. അഡിഷൻ തിയറം യൂസ് ചെയ്തിട്ട് എ സിക്ക് പകരം
എയും സിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തന്നിട്ടുള്ളതുകൊണ്ട് എ സി പി ഓഫ് എ സിക്ക് പകരം പി ഓഫ് എ ഇൻറ്റു പി ഓഫ് സി എന്നിട്ടു, പി ഓഫ് ബി സിക്ക് പകരം പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി എന്നിട്ടു. ലാസ്റ്റ് ടേമിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുള്ള കണ്ടീഷൻ ഇതിനകത്തോട്ടിട്ടു. അപ്പോൾ 3 ഇവൻസിന് ഇൻ്റർസെക്ഷനിൽ 2 എണ്ണത്തിൻ്റെ ഇൻ്റർസെക്ഷൻ നൾസെറ്റ് ആണെങ്കിൽ ആ ഫുൾ സെറ്റും നൾസെറ്റായി മാറും. നൾസെറ്റിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിവിടെ യൂസ് ചെയ്താൽ നമ്മുടെ തേർഡ് ടേം ബിക്കംസ് 0. പിന്നെ ബാക്കി എന്തേ ഉള്ളൂ? വി ഹാവ് പി ഓഫ് എ സി എ ഇൻറ്റു പി ഓഫ് സി പ്ലസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി. രണ്ടിലും പി ഓഫ് സി കോമൺ ആണ്, അത് നമ്മൾ അതിൻ്റെ പുറത്തെടുത്തു. സോ വാട്ട് വി ഹാവ് ഇസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഞാൻ അതിനകത്തോട്ട് ഒരു തേർഡ് ടേം, ഒരു -0 എന്നൊരു തേർഡ് ടേം അങ്ങ് ആഡ് ചെയ്യാണ്. ഓക്കെ, -0. ഇവിടെ 0 എന്ന് പറയുന്നത് എന്താണ്? 0യ്ക്ക് പകരം എനിക്ക് പി ഓഫ് എ ബി എന്ന് എഴുതാമല്ലോ അല്ലേ? അപ്പോൾ ഒന്നിയിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, നമുക്കറിയാം എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് അഡീഷൻ തിയറം എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അപ്പോൾ ഇങ്ങനെ 0 ആഡ് ചെയ്യുന്ന പാർട്ട് അങ്ങനെ എടുക്കണ്ട, നിങ്ങൾ ക്യാൻ സിംപ്ലി ഡയറക്ട്ലി സേ ഇറ്റ് ഫ്രം ദിസ്. അതായത് എ ആൻഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഈ റിസൾട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യാണ്. നമുക്കിവിടെ ഉള്ളത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. അതിന് പകരം ഞാൻ പി ഓഫ് എ യൂണിയൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങി എവിടെ എത്തി എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പി ഓഫ് സി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബിയിലാണ്. വന്നെത്തിയത് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് എ യൂണിയൻ ബി. അതായത് വാട്ട് വി ഹാവ് ഹിയർ ഇസ് പി ഓഫ് സി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് സി ഇൻറ്റു പി ഓഫ് എ യൂണിയൻ ബി. ക്ലിയർ ആയിട്ട് ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷനാണ് ഈ സാറ്റിസ്ഫൈ ചെയ്തേക്കുന്നത്. അതായത് 2 ഇവൻസിൻ്റെ joint probability is equal to product of probabilities. What does it show? It shows that the events C and A union B are independent. Okay, so that is your last theorem in this chapter. So thank you guys for watching. Bye.